എഡ്യൂവാർഡ്സ് തുടങ്ങിയത് വെറും കുറച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പോസ്റ്ററിൻ്റെ ടെംപ്ലേറ്റുകൾ അയച്ചു കൊടുക്കുന്ന ഒരു ഫ്രീ സർവീസ് ആയിരുന്നു. പിന്നെ അത് വികസിച്ച് ഇന്നിപ്പോൾ 10,000-ലധികം ടീച്ചേഴ്സ് നമ്മുടെ വിവിധ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലായിട്ടുണ്ട്. അതിൽ തന്നെ 250ഓളം അധ്യാപകർ ഈ വെക്കേഷൻ സമയത്ത് മാത്രം AI പഠിക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ എത്തിയതല്ല, നിങ്ങളുടെയൊക്കെ പലരുടെയും ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പല മാറ്റങ്ങളും വരുത്തിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ജസ്റ്റ് മൊബൈലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ബാച്ച് തുടങ്ങിയത്. ആ വെക്കേഷൻ്റെ തൊട്ട് മുന്നേ ഒരു ജനുവരി ആ സമയത്താണ് ഏറ്റവും ആണെന്ന് തോന്നുന്നു. അപ്പോൾ വെറും മൊബൈലിലാണ് തുടങ്ങിയത്. റെക്കോർഡിംഗ് സെറ്റപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരേ സമയത്ത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ പിന്നെ നമ്മൾ ക്ലാസ് എടുക്കുകയും സ്ക്രീൻ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പ്രയാസങ്ങളുണ്ട്. 1 മണിക്കൂറൊന്നും കിട്ടൂല. അപ്പോഴേക്കന്നെ ഫോണ് ഹാങ് ആവും. അപ്പോൾ അതൊക്കെ മറികടന്നത് വേറെ ഫോണിൽ റെക്കോർഡും ഒരു ഫോണിൽ ക്ലാസ് എടുത്തിട്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ ചിലർ സൂചിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അറിയിക്കുക തന്നെ വേണം. കാരണം അതിന് യാതൊരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല. നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. കാരണം നമ്മൾ അതനുസരിച്ചിട്ട് വളരുകയേ ചെയ്യൂ, തളരുകയല്ല. പിന്നെ നിങ്ങളുടെ നല്ല ഫീഡ്ബാക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് മുന്നോട്ട് കുതിക്കാനാകും. പിന്നെ പലരുടെയും ക്ലാസ് പോലും നമ്മൾ തുടങ്ങുന്നത് പലരും ഇൻസ്റ്റയിലൂടെ നമ്മൾ പ്രോംപ്റ്റ് ഇടുന്ന സമയത്ത് ചോദിക്കും, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക, ഒരു ക്ലാസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എൻക്വയറി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ ക്ലാസ് പോലും തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് വിലമതിക്കാനാവാത്തതാണ്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, തേടുന്നുണ്ട്. അപ്പോൾ സത്യസന്ധമായി നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക പ്രത്യേക സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നാണ് എനിക്ക് തുറന്നു പറയാനുള്ളത്. പൊതുവെ ക്ലാസ്സുകളുടെയൊക്കെ അവസ്ഥ പോസിറ്റീവ് മാത്രം പറയുന്നുള്ളതാണ്. അത് ശരിയല്ല എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ. കാരണം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അറിയണ്ടേ? നമ്മൾ പരമാവധി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലേ? പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അത് നമുക്ക് തിരിയണമെന്നില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് മാറാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ലെവലിലെത്തിയതും. ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ എജുവാർഡ്സ്. 10,000-ലേറെ അധ്യാപകർ ഇപ്പോൾ കേട്ടറ്റിൻ്റെ പിന്നെ കേട്ടറ്റ് കിട്ടാത്ത അധ്യാപകർക്കുള്ള ക്വിസിൻ്റെ പരിശീലനം കൂടി ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇതിലാരും ജോയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെ ക്വിസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പഠിച്ചു. ആ രീതിയിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. എല്ലാവരും ഈ കോഴ്സിന് പങ്കെടുക്കണമെന്നില്ലല്ലോ. അല്ലാത്തവർക്കൊക്കെ ഉപകാരപ്പെടാൻ. നമ്മൾ മുന്നേയും ചെയ്തിട്ടുണ്ട്. ഇതേ സിസ്റ്റത്തിൽ തന്നെ പിന്നെ CM കിഡ്സിൽ LSSൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 100ഓളം അധ്യാപകർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ പഠിച്ചതാണ്. AI ആയിട്ട് ബന്ധപ്പെട്ട ഒരാവശ്യമില്ല. പിന്നെ ഇന്ന് ലാസ്റ്റ് ഞാനൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരാളുടെയും ഒരാവശ്യവും ഒരു പഠനത്തിനും ഇല്ലാത്ത രീതിയിലേക്കുള്ള സെറ്റപ്പും കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അവസാനം ബോണസായിട്ട് നമ്മൾ സിലബസിൽ പറഞ്ഞൊന്നുമല്ല, ബോണസായിട്ട് കഴിഞ്ഞ ബാച്ചിലൊന്നും പറഞ്ഞിട്ടില്ല. അന്നേരം അത്ര സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല ആ സിസ്റ്റങ്ങളൊക്കെ. പിന്നെ അതും കൂടി പറയാൻ അവസാനം എനിക്കൊന്ന് അവസരം തരിക. പിന്നെ അപ്പോൾ ഈ ഓരോരുത്തരായിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ഗ്രൂപ്പിലാരെങ്കിലും ഓർഡർ ഇട്ടിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ ഓർഡർ പിന്നെ വന്നിട്ടില്ല. എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൽ എൻ്റെ അറിവിലാണ് എല്ലാവരും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കലും ചർച്ച ചെയ്യലൊന്നും ഇല്ല. ഉള്ളവരിൽ നമ്മുടെ പിന്നെ നാളെ മറ്റന്നാൾ റിട്ടയർഡ് ആവേണ്ട ബിന്ദു ടീച്ചറാണ് ഏറ്റവും വയസ്സ് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറെ HMs ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പിന്നെ ടീച്ചർ മാത്രമല്ല പല മേഖലയിലും കഴിവുള്ള ഒരു ടീച്ചറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വ്യക്തിപരമായ സംസാരത്തിനിടയിൽ പിന്നെ RP ആയിട്ടും പല മേഖലയും ടീച്ചിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പല മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു ടീച്ചറും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീച്ചർ നമ്മുടെ ഇന്നത്തെ പരിപാടി ആദ്യമായി സംസാരിക്കുക എന്നുള്ളത് നമ്മൾ എജുവാർഡ്സിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്. അപ്പോൾ ടീച്ചറെ ആദ്യം പരിപാടിക്ക് ക്ഷണിക്കും. ശേഷം ഓരോരുത്തർ സ്വയം ഏറ്റെടുക്കുക, ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോരുത്തർ സ്വയം ഏറ്റെടുത്താൽ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാൻ സന്നദ്ധമാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പിന്നെ നമ്മുടെ ഓർഡറിൽ തുടങ്ങുകയാണ്. ആദ്യമായി പിന്നെ എല്ലാവിധ ബഹുമാന ആദരവുകളോടും കൂടെ
ബിന്ദു ടീച്ചറെ ഈ പരിപാടി ആരംഭിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മറ്റൊരു കാര്യം, വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരാണെങ്കിൽ വീഡിയോ ഓണാക്കിയിട്ട് തന്നെ എല്ലാവരും സംസാരിക്കുക. പ്രയാസം ഉണ്ടെങ്കിൽ ഓഡിയോ കുഴപ്പമൊന്നുമില്ല എന്ന് ആമുഖമായിട്ട് പറയുകയാണ്. ഓക്കെ, വെൽക്കം ബിന്ദു ടീച്ചർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മളെല്ലാവരും വന്നോ? എല്ലാവരും പോസിബിൾ അല്ലാലും ടീച്ചറെ. 15,000 എത്തിയിട്ടുണ്ട്. പിന്നെ നാളെ തുറക്കുന്നതാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് ബിന്ദു ടീച്ചർ എന്ന് പറയാം. ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നും കൂടിയാണ് ഞാൻ ബിന്ദു ടീച്ചർ. അതായത് 31/5/2026, അതായത് ഇന്ന് എന്റെ റിട്ടയർമെന്റ് ഡേ ആണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള എന്റെ ബർത്ത്ഡേയും കൂടി ആയിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ആർട്സ് അല്ലെ, നമ്മുടെ എഡ്യൂക്കേഷൻ ആർട്സിലൂടെ വളരെ മീനിങ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്. ആദ്യം ഈ ഒരു പേര് AI അക്കാദമിക്ക് നൽകിയതിന് നമ്മുടെ ഇബ്രാഹിം സാറിന് ഒരു ബിഗ് സല്യൂട്ട് ആദ്യം തന്നെ തരികയാണ്. ഈ ഒരു സന്ദർഭം, അതും എന്റെ ഒരു റിട്ടയർമെന്റ് ഡേയില് എനിക്ക് 2 വാക്ക് പറയാനൊരു സന്ദർഭം തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതില് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളതെന്ന് വെച്ചാല് ജൂബി ടീച്ചറാണ്. ജൂബി ടീച്ചർ ഇതിൽ ഉണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ല, ഉണ്ടാവേണ്ടതാണ് ആള്. എന്തായാലും ആദ്യമായിട്ട് ഞാൻ ജൂബി ടീച്ചറിനോട് താങ്ക്സ് പറയാണ്. അതായത് ഈ ഒരു മീറ്റിംഗില് കാണുന്നു വിചാരിച്ചു. ജൂബി ടീച്ചർ ഉണ്ടോ ഇതില്? ഇല്ലാന്ന് തോന്നുന്നല്ലേ. ഓക്കെ ഓക്കെ. രണ്ടാമത് എനിക്ക് നന്ദി പറയാനുള്ളത് ഇബ്രാഹിം സാറിനോടാണ്. കാരണം ഈ ഒരു പ്രത്യേക ദിനത്തിൽ എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ ഒരവസരം തന്നതിന് ഗുരുവിന് നന്ദി. ഞാൻ ജുബി ടീച്ചറിന് ആദ്യം നന്ദി പറഞ്ഞ എന്താ വെച്ചാല്, എനിക്ക് ഈ ഒരു സന്ദർഭം ടീച്ചറായിട്ട് കൊണ്ടു തന്നതാണ്. അതായത് ആർട്സിലെ ഒരു മെമ്പർ ആവാനായിട്ട് ടീച്ചറാണ് എനിക്കൊരു ചാൻസ് തന്നത്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ജുബി ടീച്ചറെ പറഞ്ഞത്. രണ്ടാമത് തീർച്ചയായിട്ടും എന്റെ ഗുരുവിനാണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം ഈ ഒരു സമയത്ത് 2 വാക്ക് സംസാരിക്കാനായിട്ട് അല്ലെ. അപ്പൊ ഞാൻ കൂടുതൽ എന്നെ പരിചയപ്പെടുത്താം. പേര് ബിന്ദു, കൊച്ചിയിലാണ് വീട്. 1998 ഞാൻ അധ്യാപികയായിട്ട് മലപ്പുറം ജില്ലയില് ജോയിൻ ചെയ്യുന്നത്. പിന്നീട് കോഴിക്കോട്, ഇടുക്കി ജില്ലകളിലായിട്ട് 8ഓളം സ്കൂളുകളിൽ അധ്യാപികയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 14 years ഞാൻ ഇടുക്കി ജില്ലയിൽ തന്നെയായിരുന്നു. എങ്കിലും 2 വർഷം ഡെപ്യൂട്ടേഷനിൽ ഞാൻ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നു കേട്ടോ, BRC ട്രെയിനറായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ തിരികെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം സ്കൂളില് വന്നത് ടീച്ചറായിട്ട്. അവിടെയാണ് എന്റെ കൊളീഗായിട്ട് ജുബി ടീച്ചർ ഉണ്ടായിരുന്നത്. അപ്പൊ ജുബി ടീച്ചർ നമ്മുടെ ഗ്രൂപ്പില് ഒരു പോസ്റ്റർ ഇട്ടതോടെയാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. അപ്പോ പഠിക്കാന്ന് തീരുമാനിച്ചു. എന്തായാലും എനിക്കും പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളതോടൊപ്പം തന്നെ പഠിക്കാനും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാനും ഇതിലൊരംഗമായി. മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പല പല അവയർനെസ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത് കൊണ്ട് തന്നെ മക്കൾക്കൊപ്പം തന്നെ കുറെ HMസിനെയും കുറെ പ്രിൻസിപ്പൽമാരെയും ഒക്കെ ടീച്ചേഴ്സിനെയും ഒക്കെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആസ് എ ടീച്ചർ നമ്മളുടെ ഗ്രൂപ്പിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് തന്നെ ആയിരിക്കുള്ളത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി സമഗ്ര, സമ്പൂർണ്ണ, സഹിതം, സ്പാർക്ക് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ പോർട്ടലുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ AI നമുക്ക് എത്രത്തോളം ആവശ്യമുള്ളതാണ് എന്നുള്ളത്, ആ ഒരു പഠനം നമുക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ ലോകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ടീച്ചേഴ്സിന് എന്തായാലും അനിവാര്യമായിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് ഈ AI എന്ന് പറയുന്നത്. അങ്ങനെ മാറിയിരിക്കുകയാണ് AI. അപ്പൊ നമ്മളുടെ പഠന പ്രക്രിയ എല്ലാം തന്നെ കൂടുതൽ എഫക്റ്റീവ് ആക്കാനും അട്രാക്റ്റീവ് ആക്കാനും ഒക്കെ, കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു AI അറിവ് ടീച്ചേഴ്സിനെ വളരെ സഹായിക്കുന്ന തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്താ പറയാ, AI ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ പാഠ്യപദ്ധതികളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കലുണ്ട്, വർക്ക്ഷീറ്റ്സ് ഉണ്ടാക്കലുണ്ട്, ക്വിസിന് വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കലുണ്ട്, സ്പീച്ച് ക്വിസ്. നമ്മള് സാർ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് വേണ്ടത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടാൻ വേണ്ടി.
അപ്പൊ അങ്ങനെ പിന്നെ അതിനുള്ള ഓരോ കുട്ടിയുടെയും ആവശ്യം അറിഞ്ഞിട്ട് അവൻ എന്താണ് ആവശ്യം എന്നുള്ളത് നമുക്ക് ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ടീച്ചേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആണ് നമ്മളുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ ടീച്ചേഴ്സിന് തന്നെ റിപ്പോർട്ട്, മാർക്ക് ലിസ്റ്റ്, ഡേറ്റ അനാലിസിസ് തുടങ്ങിയ ജോലികളൊക്കെ എളുപ്പമാക്കാൻ പറ്റിയതാണ് AI. പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം, വീഡിയോസ് ഉണ്ടാക്കാം, സ്ലൈഡ്സ്, സ്റ്റോറീസ്, പ്രസന്റേഷൻസ്, ഇതെല്ലാം എത്ര പെട്ടെന്നാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളെ ഇതിനെല്ലാം സഹായിക്കുന്നത് AI തന്നെയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഞാൻ മനസ്സിലാക്കിയത് AI പഠിക്കുന്നതിലൂടെ അധ്യാപകർക്ക് അവരുടെ വ്യക്തിഗതമായ രീതിയിൽ തന്നെ ലെസൺസ് തയ്യാറാക്കിയിട്ട് ക്ലാസ്സുകൾ വളരെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. ടീച്ചേഴ്സിനെ കൂടുതൽ വർക്ക്ഫുൾ ആക്കാൻ പറ്റും. കൂടുതൽ ക്രിയേറ്റിവിറ്റി അധ്യാപകരിൽ ഉണ്ടാക്കാനും നമ്മുടെ ഈ ഒരു AI കോഴ്സ് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ എഡ്യു ആർട്സിനെ പറ്റി ഇനി പറയുകയാണെങ്കിൽ ഇത്രയേറെ ലളിതമായിട്ട് ഒരു ക്ലാസ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സാറ് പറഞ്ഞ പോലെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് പറയാൻ പറഞ്ഞിരുന്നു. എന്താണ് നെഗറ്റീവ് എന്ന് എനിക്ക് പറയാൻ ഇതുവരെ ആലോചിച്ചിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എന്താന്ന് വെച്ചാല് പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ചും കൂടെ ലൈവായിട്ട് കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ എഫക്റ്റീവ് ആക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നെ പോലെ ടെക്നോളജിയുടെ ബേസിക് പോലും അറിയാത്ത കുറച്ചു പേർക്ക് അത് ചിലപ്പോൾ ലൈവായിട്ട്, പിന്നെ എക്സ്പേർട്സ് ഉണ്ടാവാം, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ വരുന്നവരുണ്ടാവാം, എങ്കിലും എന്നെ പോലെ ബേസിക് ആയിട്ട് AI പറ്റി നമ്മൾ പഠിക്കാൻ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈവായിട്ടുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്ക് അപ്പൊ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയതുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാതെ ഒരു നെഗറ്റീവ് ഒന്നും എനിക്ക് പറയാനില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് പോലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സാർ നമുക്ക് പറഞ്ഞു തരുന്നത്. കൺഫ്യൂഷൻ ഒന്നും അധികം ഇല്ലാതെ വളരെ ഭംഗിയായി മനസ്സിലാക്കി തരുന്ന ഒരു ഗുരുവിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മറ്റൊരിടത്ത് എങ്ങനെയാണോ AI പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയാ, ഒരു നാട്ടുംപുറത്തെ ലാംഗ്വേജിൽ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. എങ്കിലും ഇബ്രാഹിം സാറിനോട് എങ്ങനെ എനിക്ക് താങ്ക്സ് പറയണ്ടത് എനിക്ക് അറിയില്ല. അതുകൊണ്ട് AI ABCD അറിയാത്ത എന്നെ പോലുള്ളവർക്ക് ഇബ്രാഹിം സാറിനെ തന്നെ അധ്യാപകനായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 10 ദിവസങ്ങളിലെ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അധ്യാപകർക്ക് അവരുടെ അധ്യാപന ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. എനിക്ക് എഡ്യുആർട്സിൽ പഠിക്കാൻ അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കഴിയുന്നത്ര അധ്യാപകരെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അവർക്കെല്ലാം ഇബ്രാഹിം സാറിനെ പോലെ ഒരു ഗുരുവിനെ കിട്ടാൻ ഭാഗ്യം ലഭിക്കട്ടെ. AI അറിയുന്ന ടീച്ചേഴ്സ് തീർച്ചയായും ഇന്നൊരു അസെറ്റ് ആണ് കുട്ടികൾക്കും സ്കൂളിനും ഒക്കെ സമൂഹത്തിനും ഒക്കെ. നാളെ അത് നമ്മളുടെ ഒരു സ്ട്രെങ്ത് ആണ് തീർച്ചയായിട്ടും. അപ്പോ ഇത്രയും നല്ല ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തന്ന ഇബ്രാഹിം സാറിന് വളരെയധികം നന്ദി. വളരെ സിമ്പിളായി ക്ലാസ് എടുത്തു തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് ധാരാളം എന്താ പറയാ ഹെൽപ്പ് സാറിന്റെ ഈ ഗ്രൂപ്പിലൂടെ കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോ എഡ്യു ആർട്സിനും എല്ലാവിധ വിജയാശംസകളും നൽകുന്നു. മറ്റു ടീച്ചേഴ്സിനോട് ഒന്നുകൂടെ പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാല്, സാറ് പറഞ്ഞു 250ഓളം ടീച്ചേഴ്സ് ഈ ഒരു കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടു. വളരെ സന്തോഷം. ലക്ഷക്കണക്കിന് ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തില്. അതിൽ നമുക്ക് ഒരാൾക്ക് എത്രത്തോളം ഒരു ഹെൽപ്പ്, അതായത് ഈ ഒരു ക്ലാസ്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നല്ലത്. ഞാൻ എൻ്റെ അറിയുന്ന ട്രെയിനേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും സാറിന് തരുന്നു, സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനും തരുന്നു. സാറിന്റെ ഒരു ശിഷ്യയാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി എന്താ പറയാ നന്ദി പറയുന്നു ദൈവത്തോടും പ്രപഞ്ചത്തോടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഇബ്രാഹിം സർ. താങ്ക് യു എഡ്യു ആർട്സ്. ഓൾ ദി ബെസ്റ്റ് എല്ലാ ടീച്ചേഴ്സിനും. താങ്ക് യു സോ മച്ച്. ഓക്കെ. താങ്ക് യു ടീച്ചർ. ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾക്ക് 1000 നന്ദി. നമ്മൾ അടുത്തതായിട്ട് ആരാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ടീച്ചർ ഇന്ന് റിട്ടയർഡ് ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ സ്കൂളിൽ ഒരു ടീച്ചർ റിട്ടയർഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്കത്ര തിരക്കുണ്ടാവും. അപ്പോൾ ടീച്ചർ തന്നെ റിട്ടയർഡ് ആകുന്ന ടീച്ചർ നമ്മുടെ ഈ പരിപാടിക്ക് വന്നത് തന്നെ
വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ അത്രത്തോളം എഡ്യൂവാർഡ്സുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ട് എന്നതും നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ തിരക്കിനിടയിലും വന്ന ടീച്ചർക്ക് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായി ഓരോരുത്തർ സ്വയം ഏറ്റെടുത്താൽ പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിക്കാം. ആരെങ്കിലും ഒന്ന് അടുത്തതായി ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് വന്നോളൂ. കുറേ സമയം പറയണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ടൈം ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പറയുന്നവർക്ക് അങ്ങനെ പറയാം. ഒരു 5-10 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ അങ്ങനെയും സംസാരിക്കാം. കുഴപ്പമില്ല. സർ, ഓക്കെ, എന്റെ പറയൂ. പേര് മിനിയാണ്. മിനിയാണ്. ഞാൻ പാലക്കാടാണ്. ഓക്കെ, പാലക്കാടിനാണ്. ഓക്കെ, അപ്പോ വെൽക്കം. ഞാന് ശരിക്കും പറഞ്ഞ ഒരു കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടിയല്ല. അപ്പോ കുറച്ച് ക്ലാസ് ഒക്കെ കുറച്ച് ഞാനൊരു 5 വർക്കോ 6 വർക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ചെയ്തിട്ടില്ല. കുറച്ചൊരു ഹോസ്പിറ്റൽ കേസിന്റെ ഒരു കാര്യം ആയതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്, എഴുതി വെച്ചിട്ടും. ടീച്ചർ പറഞ്ഞ പോലെ എന്താ പറയാ, AI ഒരു നമുക്ക് എന്താ പറയാ, ഇപ്പൊ ലൈവായിട്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കി മനസ്സിലാക്കി എടുത്ത് ചെയ്യാനൊരു എപ്പോഴും അങ്ങനെയാണല്ലോ കുട്ടികളെ പോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്യാനൊരു ഇതുണ്ടാവും. മറ്റത് മനസ്സിലാക്കി വന്ന് ചെയ്യുമ്പോൾ അതിനെ കുറച്ചൊരു മടിയുടെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മള് ആ ഒരു കംഫർട്ട് സോൺ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മളത് ഒഴിവാക്കുന്നതായിരിക്കും. എന്നാലും പക്ഷെ ഞാൻ ഓരോ ക്ലാസ്സും വൃത്തിയായിട്ട് എഴുതി നോട്ട് ചെയ്ത് വെച്ച് അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സാർ. അപ്പം 2-3 വർക്കൊക്കെ പിന്നെ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇന്ന് സ്കൂളിൽ പോയപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ക്രിയേറ്റില് ചെയ്ത വീഡിയോ, അപ്പൊ അത് ഇന്ന് അത് കാണിച്ചു കൊടുത്തപ്പോ എല്ലാരും ഭയങ്കരമായിട്ട് ഓ ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞ അപ്രീഷിയേഷൻ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അതുപോലെ തന്നെ ബാക്കി ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അതിങ്ങനെ ചെയ്യാലേ, അങ്ങനെ അങ്ങനെ നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ പറയാനൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒരു അവസരം അങ്ങനെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണുള്ളത്. ഇനിയും പറഞ്ഞ പോലെ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് മെച്ചപ്പെടാനുണ്ട്. ഇനിയും ഇതുപോലെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഇനിയും ചേരാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ പലതും നമുക്ക് തപ്പി നോക്കി ഇങ്ങനെ ഇതിങ്ങനെ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു ആ ഒരു ചെയ്യാനൊരു ആവേശം അല്ലെങ്കിൽ ഒരു ചെയ്യാനുള്ള ആഗ്രഹം നമുക്ക് നന്നായിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ്, അപ്പൊ അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 10 ദിവസം കൊണ്ട് തന്നെ ഇത്രയൊക്കെ മെച്ചങ്ങളാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ ഈ എന്താ പറയാ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് വന്ന ഒരു നമ്മൾ ചെയ്യാൻ ശ്രമത്തിന്റെ ബുദ്ധിമുട്ടും അങ്ങനത്തെ വന്നുകൊണ്ടാണ് ആ ഒരു പ്രശ്നമുള്ളത്. പക്ഷെ ഈ പറഞ്ഞ കുറച്ച് ലൈവായിട്ടുള്ള അങ്ങനെ ലൈവായിട്ട് നമ്മൾ കുറച്ച് കാണിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒട്ടും ബേസ് ഇല്ലാത്തവർക്ക് ഒരു കുറച്ചുകൂടെ ഒരു എളുപ്പമായിരിക്കും. പക്ഷെ സാറിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് എന്താ പറയാ, അത്രയും നന്നായിട്ട് നല്ല രീതിയിൽ അതുപോലെ സംശയം ചോദിക്കാനും ഒക്കെ എന്തിനും ഏത് സമയത്തും സാറ് റെഡിയാണ്. അപ്പം ഇത്രയും നല്ലൊരു ക്ലാസ് ഇപ്പൊ കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മളെ ഫസ്റ്റ് ആദ്യത്തെ ചൂട് നന്നായാൽ ബാക്കിയെല്ലാം നന്നാവുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് വളരെ നല്ലൊരു അനുഭവമാണ്, വളരെ സന്തോഷമാണ്. അപ്പൊ നമുക്ക് ആ ആത്മവിശ്വാസം, ശരിക്കും ആത്മവിശ്വാസം നമുക്കൊരു ഇവിടെ കിട്ടുക എന്നുള്ളത് തന്നെ നമുക്കതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാർ ഇനിയും ഞങ്ങളിത് ശ്രമിക്കും, ട്രൈ ചെയ്യും എന്തായാലും. അപ്പൊ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇനിയും ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേരുകയും ചെയ്യും. അപ്പൊ സാർ ആ കോൺഫിഡൻസ് തന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം തന്നതിനൊക്കെ വളരെ നന്ദി. താങ്ക് യു സാർ. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, താങ്ക് യു. 1000 നന്ദി വിലപ്പെട്ട വാക്കുകൾക്ക്. പിന്നെ അടുത്തതായിട്ട് വരുന്നവർ ഓരോരുത്തരും പെട്ടെന്ന് സംസാരിച്ചാൽ ഉപകാരം. ജയശ്രീ ടീച്ചർ എന്തോ പറയുന്നുണ്ട്. മൈക്ക് മ്യൂട്ടായിട്ടാണ് കാണുന്നത്. നമസ്കാരം സാർ. ഓ, നമസ്കാരം, പറഞ്ഞോളൂ. അതുപോലെ റിട്ടയർമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ആയ ബിന്ദു ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ടീച്ചറെ, താങ്ക് യു. നമ്മളൊരു യാത്രയപ്പം കൂടി ആയി അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. യാത്രയപ്പൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നിരിക്കുകയാണ് നാളെ സ്കൂളിലോട്ട് പോകാനായിട്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതില് വളരെ പരിമിതമായ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടെ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ അതെടുത്ത് തരും. പെട്ടെന്ന് ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് ഒരു പോസ്റ്റർ സ്കൂളിലൊക്കെ ഉള്ള ഇതൊക്കെ സാറ് ചെയ്തു കൊടുക്കുന്നത്. AEO ആണ്. അപ്പൊ പല സ്കൂളുകളിലെയും പോസ്റ്റർ സാറ് തന്നെ ചെയ്ത് ഇടും. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇതൊക്കെ എങ്ങനെയാണ്, ഒരു അറിവുമില്ല. നമ്മൾ അവരുടെ അടുത്ത് ചെന്നിരുന്ന് അവർക്ക് സമയമില്ലല്ലോ, അത്രയും നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടൈം നമ്മളെ സമയത്തിനനുസരിച്ച് അവർക്ക് സമയം കിട്ടത്തില്ല. അപ്പോഴാണ് ഇതിങ്ങനെ മെന്റേഴ്സിൽ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിലാണ് എനിക്ക് ഈ ഒരു നേരത്തെ ഇതിന്റെ പോസ്റ്ററൊക്കെ ചെയ്തിരുന്നൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോഴും ഞാൻ വിചാരിക്കും ഇത് അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് വന്നപ്പോ എന്തായാലും ഞാൻ വിചാരിച്ചു ഇത് ജോയിൻ ചെയ്യണം. നമുക്ക് ഈ വെക്കേഷനും കൂടെ ആണല്ലോ, എന്തായാലും ടൈം കിട്ടും എന്നുള്ളത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സാറിനെ കിട്ടിയതിന്റെ വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും സിമ്പിൾ ആയിട്ട് സാറ് ഇതുവരെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇത്രയും വളരെ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ട് സാർ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ താല്പര്യം കൂടെ കാരണം കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ ഈ പറയുമ്പോൾ ലൈവായിട്ട് കുറച്ച് ഇതൊക്കെ കിട്ടിയെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഉപകാരപ്രദമായതിന്. അത്രയും നെഗറ്റീവ് അല്ല അത്. എന്നാലും ഈ ക്ലാസ് തന്നെ സാർ പറഞ്ഞ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സാർ പറഞ്ഞു തരുന്നുണ്ട്. എത്ര ഡൗട്ട് എപ്പോൾ ചോദിച്ചാലും അപ്പൊ തന്നെ മറുപടി അറിയാൻ സാർ. അപ്പൊ നമ്മൾ വീണ്ടും അപ്പൊ തന്നെ അത് ചെയ്തു നോക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് വരും. അതിന് വളരെ താങ്ക് യു സാർ. അത്രയും ഒരു ഇത് നമുക്ക് ചെയ്തു തന്നതിന്. പിന്നെ ടീച്ചർ പറഞ്ഞാൽ ഇതുപോലൊരു സാറിന് കിട്ടിയത് തന്നെ നമ്മളെ ഭാഗ്യമാണല്ലേ ടീച്ചറെ. പിന്നെ തീർച്ചയായിട്ടും ഞാനും എനിക്കിനി 5 വർഷമാണ് റിട്ടയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ ടീച്ചർ പറഞ്ഞ പോലെ ഇങ്ങനെ കുറെ നേരത്തെ മിനി ടീച്ചറും ബിന്ദു ടീച്ചറൊക്കെ പറഞ്ഞ പോലെ ഈ ചാറ്റ് ജിപിടിയിൽ പോസ്റ്ററൊക്കെ ചെയ്ത് ഇങ്ങനെ ടീച്ചേഴ്സിനെയൊക്കെ കാണിച്ചു. ഇങ്ങനെ ഇത് എജുആർട്ടിൽ ഞാൻ ഇങ്ങനെ ചേർന്നതാണ്, നല്ല ക്ലാസ് ആയിരുന്നു, പെട്ടെന്ന് പഠിക്കാൻ പറ്റി, നിങ്ങൾ ചേർന്നു. അപ്പൊ ഇവര് തന്നെ ചോദിക്കുക അതിന് നമ്മളത് വേറൊരു പോസ്റ്റർ ആക്കി നമ്മളെ ഗ്രൂപ്പിൽ ഇടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. USSന്റെ ഇട്ടു ഞാൻ. പിന്നെ പ്രവേശനോത്സവം അതെല്ലാം ചെയ്തു. അപ്പൊ നമുക്ക് തന്നെ എന്താണ് ഒരു സെൽഫ് കോൺഫിഡൻസ് അത് തരാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. സെൽഫ് കോൺഫിഡൻസ് നമുക്ക് കിട്ടി. അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ വേറെ എന്താ ചെറിയ രീതിയിൽ നമ്മൾ മറ്റാരത്തെങ്കിലും പഠിക്കാതിരുന്നാലും നമ്മൾ ഇത്രയും നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യത്തുമില്ല, സമയം കണ്ടെത്തത്തില്ല. ഇതാകുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തി സാർ പറയുന്ന വീഡിയോ സാർ കറക്റ്റ് ആയിട്ട് പറയും, സാർ അത് ചെയ്യണം എന്ന് എന്നിട്ട് ഫുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പിന്നെ ചില മിസ്റ്റേക്കുകളൊക്കെ ലാപ്ടോപ്പിൽ അല്ലാത്തത് കൊണ്ടാണോ എന്തോ ചില മിസ്റ്റേക്കുകളൊക്കെ വന്നപ്പോ സാറിനോട് ചോദിച്ചു, സാർ അത് കൃത്യമായിട്ട് അപ്പോഴും പറഞ്ഞു തന്നു, അത് എടുക്കാൻ പറ്റി. നമുക്കുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്, നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി തപ്പിയിട്ട് കിട്ടാത്തത് കൊണ്ട്, ട്രൈ ചെയ്തിട്ട് പറ്റാത്തത് കൊണ്ട് പിന്നെ വീണ്ടും സാറിനോട് ചോദിക്കുമ്പോൾ സാറ് അത് പെട്ടെന്ന് തന്നെ സാർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുകയാണ്. അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയാൽ നമുക്കത് കിട്ടത്തില്ലല്ലോ, നമ്മളത് പിന്നെ ഇതാവും. അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നുകൊണ്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് ആണ് എനിക്ക് തോന്നി. എനിക്ക് എന്റെ കാര്യത്തില് പേഴ്സണലി എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒന്നും അറിഞ്ഞൂടാത്ത ഇപ്പൊ ക്വിസൊക്കെ ഞാൻ എടുത്തു, ക്വിസ് ചെയ്തു, സ്ലൈഡ് ചെയ്തു. സ്ലൈഡിലും സംശയമുണ്ട്, സാറിന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കി. യൂട്യൂബ് ക്രിയേറ്റ് കുറച്ച് ഒക്കെ ചെയ്തു. അതിന്റെ ഇടയ്ക്ക് വന്ന 1-2 കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് എടുത്തിട്ട് എനിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ നോട്ട്ബുക്ക് എല്ലാം അതിനകത്ത് വേറെ എന്തോ സാറ് ലാസ്റ്റിൽ നോട്ട്ബുക്ക് എല്ലാം സ്ലൈഡ് ചെയ്യാൻ പറ്റി. അതെല്ലാം അതൊക്കെ കിട്ടിയപ്പോ എനിക്ക് ആ കുട്ടികൾക്ക് നമ്മൾക്ക് തന്നെ ഇത്ര പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാർ. വളരെ നന്ദി സാർ. അതുപോലെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വിലപ്പെട്ട വാക്കുകൾക്ക് 1000 നന്ദി ടീച്ചർ. അടുത്തതായി ആരാണ്? സ്വയം വന്നോളൂ. അടുത്തതായി സംസാരിക്കുന്നവരൊന്ന് പെട്ടെന്ന് വന്നാൽ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് നസീമ. ഞാൻ പയ്യന്നൂരാണ്. സാറിന്റെ വീട് എവിടെയാ? വരുന്ന സ്ഥലം? ഞാന് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്, മട്ടന്നൂരാണ്. ഞാൻ പയ്യന്നൂരാണ്. അപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടുണ്ടായിരുന്നു.
ഈ എഡ്വാൻസിന്റെ ഒരുപാട് പോസ്റ്ററെല്ലാം കണ്ടു മുമ്പ് കലോത്സവ സമയത്തെല്ലാം ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ ഉണ്ട്. ഈ ക്ലാസ് എനിക്ക് എന്റെ മോനെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഇതില്. പക്ഷെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്റെ മോനോട് പറഞ്ഞു എന്താ ഇത് അറ്റൻഡ് ചെയ്ത് ഞാൻ എല്ലാം പറഞ്ഞിരുന്നല്ലോ പിന്നെ എല്ലാം പറഞ്ഞപ്പോ ഒന്നും എനിക്ക് പറഞ്ഞില്ല. നേരത്തെ ഒരു ടീച്ചർ പറഞ്ഞ പോലെ ഹസ്ബൻഡ് എന്തും ചെയ്തു കൊടുക്കുന്ന പറഞ്ഞാൽ അതുപോലെ എനിക്ക് എന്ത് ചെയ്തു ഇത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരില്ല. പിന്നെ ഞാൻ പിന്നെ ജെമിനിയോട് ചോദിച്ചിട്ട് ഓർത്തോട് മനസ്സിലാക്കി ഇതെങ്ങനെ ചെയ്യും ഇതെങ്ങനെ. അപ്പൊ ജെമിനി പറഞ്ഞിടൂല. ആ ഇതിൽ ഞാൻ പിന്നെ കുറെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എന്നാലും എനിക്ക് ഞാനിത് ഏതായാലും ഞാൻ ഈ ക്ലാസ് കയറും ഞാൻ ഒരുപാട് ഉപയോഗിച്ച റെഡ് വാട്സിനെ കുറിച്ച് ആ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായാലും എനിക്ക് ഒരുപാട് ഉപകാരപ്രദ ആയിട്ടുണ്ട് മുമ്പെല്ലാം. കലോത്സവ സമയത്ത് പോസ്റ്റർ ഉണ്ടാക്കാൻ അങ്ങനെ സാർ ഒരു ഡമ്മി ആക്കിയിട്ടുണ്ട് അതിന് ഫോട്ടോ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ കുറെ ഉപകാരപ്രദമായിട്ടുണ്ട് മുമ്പ് തന്നെ. അപ്പൊ ഞാൻ എന്തായാലും വെറുതെ എഴുന്നൂറ് അപ്പൊ ഞാനത് ചേർന്നു. ചേർന്നിട്ട് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കര ഇഷ്ടമായി നന്നായി. കാരണം ഒരു നോട്ട്ബുക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല എവിടെയും. അതിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി. ബാക്കി രണ്ടും ഞാൻ ഓക്കെയാണ് ചാറ്റ് ജെമിനിയാണ്. പക്ഷെ ആ നോട്ട്ബുക്കിന്റെ കാര്യം ഞാൻ അറിയുന്ന ആദ്യത്തെ ദിവസം. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്തു. രണ്ടാമത്തെ ദിവസം ക്ലാസ് കിട്ടും. മൂന്നാമത്തെ ദിവസം പോലെ എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു യാത്രയിലായിരുന്നു. അതിനിടയിൽ ഒരു അസുഖവും ഇല്ലാണ്ടായി. അതെല്ലാം പ്രശ്നം. പക്ഷെ ഇന്ന് എന്തായാലും ചെറിയ മതിയോ ഈ ടീച്ചേഴ്സിനെല്ലാം വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്നെ ഇന്ന് ഇതിലേക്ക് അയക്കും. ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലുള്ളത്. ഞാൻ പുറത്താണ്ടത്. അപ്പൊ എനിക്ക് എന്തായാലും അറിയണം. അപ്പൊ ഇവരൊക്കെ എനിക്ക് ആ ക്ലാസ് എല്ലാം കിട്ടുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഗ്രൂപ്പിൽ ഇത് ചികഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അപ്പൊ സാർ എന്നോട് പറഞ്ഞു ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ള ലിങ്കുകളൊക്കെ കിട്ടുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഏതോ ഒരു 3 ക്ലാസ് മിസ് ചെയ്തു. എന്നാൽ എല്ലാ ക്ലാസ്സിലും കുറച്ച് എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് എത്രയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. ആ ടീച്ചർമാരൊന്നും ടീച്ചറെ റേഞ്ച് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. റേഞ്ചുള്ള ഭാഗത്തേക്ക് വന്നാൽ ക്ലിയർ ആയിരിക്കും. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ബ്രേക്ക് ആയിട്ടാണ് വോയിസ് വരുന്നത്. ഓക്കെ, തുടർന്നോളൂ. ഹലോ ആ ഓക്കെ, തുടരും. ഹലോ പറഞ്ഞോളൂ. ഒരുപാട് നന്ദിയുണ്ട് സാർ. ഓക്കെ ഒരുപാട് ഉപകാരമായി ക്ലാസ് എനിക്ക് മനസ്സിലായി. ഓക്കെ. ഇനി ഇത് അപ്പൊ ചെയ്യണമെന്നുണ്ട് ആഗ്രഹം. അപ്പൊ എല്ലാം ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. ഓക്കെ ശരി. വീണ്ടും ടീച്ചറെ ടീച്ചറെ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഭാഗ്യം തരും. അങ്ങനെ അങ്ങനെയുള്ള താങ്ക് യു സോ മച്ച്. നിങ്ങളെ തോന്നുന്നു. ഇല്ലില്ല ഞാൻ അവസാനിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വിഷ്. താങ്ക് യു. ഓക്കെ 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 താങ്ക്സ് എല്ലാവർക്കും കൂടി. ഓക്കെ ഇബ്രാഹിം സാറിന് ഒന്നുകൂടി നന്ദി അറിയിക്കുകയാണ്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, നിങ്ങളുടെ നന്ദി പകുതി മിസ്സായി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഓക്കെ, എന്തായാലും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത ടീച്ചർ പെട്ടെന്ന് വന്നാൽ ഉപകാരം. നമസ്കാരം. നമസ്കാരം. സാർ ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെയാണ്. ഓക്കെ. ഞാൻ സ്കൂളിൽ റിട്ടയർമെന്റ് ഉണ്ടായിരുന്നു, HMI. അത് കഴിഞ്ഞിപ്പോ എത്തിയിട്ടുള്ളൂ, വീട്ടിലെത്തിയിട്ടുള്ളൂ. വോയിസൊക്കെ ഞാൻ പോക്കറ്റില് മൊബൈലിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബിന്ദു ടീച്ചറിന്റെയും അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ടീച്ചറൊക്കെ എങ്ങനെയാണ് ഈ കോഴ്സ് എടുത്ത് മാറ്റങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചത് എന്നുള്ളത്. സത്യത്തിൽ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ബ്രയൻ സാർ ഏറ്റവും സരളമായിട്ടാണ് എടുത്തു തന്നിട്ടുള്ളത്. എനിക്കങ്ങനെ അനുഭവപ്പെട്ടു. രൂപത്തിൽ മുഴുവൻ ക്ലാസ്സും കേട്ട ആളുകൾക്ക് 100 മാർക്കാണ് അതിൽ കിട്ടുക. ഇനി ഒന്നും പുറത്ത് പഠിക്കേണ്ടതില്ല. പക്ഷെ ഞാനടക്കം ചില ഭാഗങ്ങൾ മിസ്സാക്കിയിട്ടുണ്ട്. അത് സംശയം വന്നപ്പോൾ അത് ഇട്ടു പോവുക, അല്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാനുള്ള മടി കൊണ്ട്. ഒന്നാമത്തെ കാര്യം നെറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. 2 ഇപ്പൊ ചാറ്റ് GPT 3 പ്രാവശ്യം കഴിഞ്ഞാൽ അവര് അത് നിർത്തുമല്ലോ. അപ്പൊ നമ്മൾ മടുപ്പ് വന്ന് അങ്ങനെ പോയത് കൊണ്ടൊക്കെ മനഃപൂർവ്വം നമ്മുടെ വന്ന വീഴ്ച കൊണ്ട് ചില ഭാഗങ്ങൾ വിചാരിച്ച് അത്ര എത്തിയിട്ടില്ല. പക്ഷെ സാറിന്റെ ക്ലാസ്സും
ആ സ്വീകരിച്ച രീതിയും ആ അടുക്കും ചിട്ടയും, ക്ലാസിന്റെ അടുക്കും ചിട്ടയും, ആ സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ എനിക്ക് AI വലിയ ബന്ധങ്ങളില്ല. പരിചയത്തിന്റെ അപ്പുറത്ത് അതിന്റെ ബേസിക് ഒക്കെ പഠിക്കുന്നത് പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ സ്കൂളിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോ ടീച്ചർമാർ ചെയ്യുമ്പോൾ ഒരു 4-5 പോസ്റ്റ് ഇപ്പൊ അതിനിടയിൽ LS കിട്ടിയ കുട്ടികൾക്ക് അനുഭവത്തിനുണ്ടായിരുന്നു. അവര് വന്നു, അവര് ഫോട്ടോ കിട്ടി, അത് നല്ലൊരു ഫോട്ടോ കിട്ടി, കുറെ കാര്യങ്ങൾ ചെയ്തപ്പോ എനിക്കെന്നെ തോന്നുന്നു അതൊക്കെ വലിയൊരു ശ്രദ്ധ മാത്രം കൊടുത്തിട്ട് ഇത്ര ഭംഗിയായിട്ട് എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്നെക്കാളൊക്കെ എത്രയോ കഴിവുള്ള അധ്യാപകർ സ്കൂളിലുണ്ട്, ചെറുപ്പക്കാരായ ആളുകൾ. അവർക്കൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നാൽ തിളങ്ങാൻ കഴിയുന്ന എനിക്ക് ബോധ്യമായി. ഞാൻ കുറെ ആളുകൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഇത് ഉപയോഗപ്പെടുത്തിയ ആളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം. സാറിന്റെ ഭാഗത്തു നിന്ന് 100% സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനാണ് വോയിസ് ക്ലിയർ ഇല്ല എന്ന് സാറിനോട് സജസ്റ്റ് ചെയ്തത്. പിറ്റേ ദിവസം തന്നെ സാർ അത് അയച്ചു, അതിന്റെ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ, അതായത് ആ ഗ്രൂപ്പിൽ അല്ലെങ്കിലും മറ്റുള്ള വീഡിയോ അയച്ചു തന്നിട്ട് കൂടുതൽ ആളുകളോട് അഭിപ്രായം ചോദിക്കുന്നതിന് പകരം ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് എല്ലാവർക്കും കിട്ടാത്തതിന് തുല്യമായി മാഷ് പരിഗണിക്കുകയാണ്. എന്നിട്ട് അതാണ് അയച്ചു കൊടുക്കുക. എനിക്ക് അത് വളരെ ഒരു ഇതായിട്ട് തോന്നി എനിക്ക്. എന്തായാലും അതിയായ സന്തോഷം. തീർച്ചയായും ഇനി അധ്യാപകരായി നമുക്കൊക്കെ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ സേവനവും സപ്പോർട്ടും ഇനിയുള്ള കാലത്ത് അത്യാവശ്യമാണ്. നിങ്ങളത് നൽകുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, 1000 നന്ദി. അടുത്ത ടീച്ചർ വരൂ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് രാജി. ഞാൻ തിരുവനന്തപുരത്താണ് എന്റെ സ്കൂളും വീടും ഒക്കെ. അപ്പൊ സത്യം പറഞ്ഞാൽ സാർ, ഞാൻ കുറെ അധികം നാളുകൊണ്ട് എന്റെ ക്ലാസ്സിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. കാരണം സ്കൂളിൽ സ്ഥിരം പോസ്റ്റർ ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ഇതുപോലെ ഞാൻ മലയാളം എഡിറ്റർ എന്ന ആപ്പ് ഉപയോഗിച്ചായിരുന്നു പോസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ അത് ശരിക്കും ടൈം കൺസ്യൂമിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഉച്ച കഴിയുമ്പോൾ സാർ HM പറയുവാണെങ്കിൽ പാതിരാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് ഞാൻ സാറിന് ആ പോസ്റ്റർ ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നത്. അത്രയും ടൈം എനിക്ക് എടുക്കും. മാത്രമല്ല, ഒരു മലയാളം ഫോണ്ട് ഒന്നും നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും നമുക്ക് മലയാളം എഡിറ്റർ ഉപയോഗിച്ച് കിട്ടത്തില്ല. പക്ഷേ ഇത് പഠിച്ചത് വഴി സത്യം പറഞ്ഞ് ഹോൾ ഓഫ് എ സഡനാണ് എല്ലാം ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ LSS USS പോസ്റ്റർ ഒക്കെ സാറ് പറയുന്നതിന് മുന്നേ തന്നെ ചെയ്ത് ഞാൻ ഗ്രൂപ്പിലോട്ട് ഇടുമായിരുന്നു. അപ്പൊ സാറിന് ഭയങ്കര സന്തോഷമായി. സ്കൂളിൽ ഞാൻ എല്ലാവരോടും ഇതിനിപ്പോ ഈ ക്ലാസ്സിനെ പറ്റി പറയുകയും ചെയ്തു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനൊരു പെട്ടെന്നെല്ലാം ചെയ്യാൻ കഴിയുന്നതിലും അവരും ഒക്കെ പലരും ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ അതുപോലെ ഇടയ്ക്ക് വെച്ച് ഈ ഒരു 2 വീക്ക് മുന്നേ വേറൊരു സ്കൂളിലെ ഒരു സാർ ഇതുപോലെ സ്റ്റേറ്റസ് ഇട്ടിരിക്കുന്ന കണ്ടു, ഒരു വീഡിയോ ചെയ്തിട്ട് സ്കൂൾ പ്രൊമോഷന്റെ. അങ്ങനെ അതിന്റെ ലാസ്റ്റിൽ ഇതുപോലെ നമ്മുടെ VO എന്ന് എഴുതിയിരിക്കുന്ന കണ്ടു. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു. കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ഇത് എങ്ങനെയാ ചെയ്യാൻ കഴിയുന്നത് എന്ന് കരുതി ഞാൻ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ യൂട്യൂബിൽ നോക്കിയിട്ടും എനിക്ക് ഒന്നും അങ്ങനെ വലുതായിട്ട് പിടിയിട്ടില്ല. ഞാൻ ചെയ്തിട്ടും വലുതായിട്ട് കുറച്ച് സമയം ശരിയായില്ല. ഉണ്ടാവും. പക്ഷെ അത് എനിക്ക് എങ്ങനെ ചോദിച്ചിട്ട് ഇതുവരെ എനിക്ക് അതിന്റെ ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇത് ഇങ്ങനെയെങ്കിലും ഒന്ന് ഇതുപോലെ ഒരെണ്ണം ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ശരിക്കും ഈ ഒരു ക്ലാസിന്റെ കാര്യം അറിയുന്നതും. ഈ എഡ്യൂആർട്സിന്റെ ഗ്രൂപ്പിൽ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടും ഡൗട്ട് അടിച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്തായാലും വെക്കേഷൻ അല്ലേ, ടൈം കിട്ടുമല്ലേ, ജോയിൻ ചെയ്യാം എന്ന് കരുതിയിട്ട് ജോയിൻ ചെയ്യും. സത്യം പറഞ്ഞ് തേടിക്കൊണ്ടിരുന്നത് എനിക്ക് കിട്ടിയത് അത് തന്നെയായി. അപ്പം പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പ്രവേശനോത്സവത്തിന്റെ ഒരു പോസ്റ്റർ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ലേഔട്ടും നല്ല ഫോണ്ടും ഒക്കെ കിട്ടിയെങ്കിലും സാറ് പറഞ്ഞതുപോലെ ഹാലൂസിനേഷന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോ മീൻസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു മലയാളത്തില്. അപ്പോ അതിന് കാരണം കുറച്ച് ടൈം എടുത്തു. പക്ഷെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ കിട്ടി. അപ്പൊ അതൊക്കെ ഇനി മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സാറ് പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പൊ അതെല്ലാം മാറുമായിരിക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി ഒത്തിരി താങ്ക്സ് സാർ, ഇതുപോലെ ക്ലാസ് കണ്ടക്ട് ചെയ്തതിനും ഇത്രയും സിൻസിയർ ആയിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും അതുപോലെ തന്നെ ഡൗട്ട് ചോദിക്കുമ്പോൾ പല ഡൗട്ടും ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പൊ അതിനെല്ലാം ചിലപ്പോ സാറ് വേറെ വല്ല കാര്യത്തിലായിരിക്കുമ്പോൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ സാർ എന്നാലും മറക്കത്തില്ല. അതിനുള്ള എന്താണ് സൊല്യൂഷൻ സാർ തരുന്നുണ്ടായിരുന്നു. ഒത്തിരി താങ്ക്സ് സാർ. അതുപോലെ ബിന്ദു ടീച്ചറിനും ഭാവി ജീവിതത്തിൽ എല്ലാവിധ നന്മയും ഐശ്വര്യവും സർവേശ്വരൻ നൽകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീച്ചർ. യെസ്, അടുത്ത ടീച്ചർ വരൂ. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം, പറയൂ. എൻ്റെ പേര് ജയശ്രീ. ഞാൻ പയ്യന്നൂരാണ് സാറേ. ഓക്കെ ഓക്കെ.
അപ്പൊ എനിക്ക് ഈ ക്ലാസ് പിന്നെ സാർ ആ സമയം കഴിഞ്ഞു അയക്കാനില്ല എന്നെല്ലാം പറയുമ്പോഴാണ് ഞാൻ സാറോട് ചോദിച്ചിട്ട് ഇതിൽ ജോയിൻ ചെയ്തത്. പിന്നെ അതിനു മുമ്പ് ഞാൻ സ്കൂളിൽ ടീച്ചർ രാജി ടീച്ചർ പറഞ്ഞ മാതിരി ഞാൻ തന്നെയാണ് സ്കൂളിലെ പോസ്റ്ററൊക്കെ തയ്യാറാക്കല്. ക്യാൻവേയിലെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് ആ ക്ലാസ്സിലൂടെ ഞാൻ കുറേ പോസ്റ്റർ സ്കൂളിലേക്ക് എല്ലാ ആവശ്യത്തിൻ്റെ പോസ്റ്ററും തയ്യാറാക്കും. ടീച്ചർ പറഞ്ഞാൽ അത് ആക്കണം കുറച്ചൊരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് വന്ന് ക്ലാസ് തികച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. മോന് സുഖമില്ലാതെ കുറേ ദിവസം ആശുപത്രിയിലെല്ലാം ആയി. അതിനുശേഷം ഞാൻ കുറച്ച് ക്ലാസ് എല്ലാം വീഡിയോയിലൂടെ കേൾക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് കോഴ്സ് ഉണ്ടായി, സ്കൂളിലെ തിരക്കായി, അതുകൊണ്ട് എല്ലാ ക്ലാസ്സും ഞാൻ ഇനിയും കേൾക്കണം അത്രേ. എന്നിട്ട് കൂടി എനിക്കിപ്പോൾ ഈ പ്രവേശനോത്സവവും LSSന്റെ എല്ലാം ക്ലാസ് വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയും അതുപോലെ തന്നെ മാഷെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം ഒന്നുകൂടി ചെയ്ത് പഠിക്കണമെന്നുണ്ട്. സാറിനോട് സംശയം ചോദിച്ചാലും ഞാൻ ഇടക്കിടക്ക് മാഷോട് സംശയം ചോദിച്ചുകൊണ്ടിരിക്കലുണ്ട്, ഇങ്ങനെയാണോ മാഷേ എന്ന്. അതിനെല്ലാം കൃത്യമായിട്ട് സാർ ഉത്തരം പറഞ്ഞു തരലുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് സാറിന്. ഇവിടെയാണെങ്കിൽ നല്ല ഇടിയും മഴയാണ് സാറേ, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്നാലും സാറിന് ഒരുപാട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബിന്ദു ടീച്ചർക്ക് നല്ലൊരു വിശ്രമ ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു ടീച്ചർ. അടുത്ത ടീച്ചർ വരൂ. എന്റെ പേര് ഷാർജറ്റ്. ഞാന് ഇടുക്കിയിൽ നിന്നാണ്. എനിക്ക് ശരിക്കും പറയാൻ മടിയാ, കാരണം പിന്നോക്കൊക്കെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരു പഠിക്കുകയില്ലാത്ത കുട്ടിയാ ഞാന്. പക്ഷെ അതുകൊണ്ട് എയെ സംബന്ധിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പലപ്പോഴും ചില പൊട്ടത്തരങ്ങളൊക്കെ സാറിനോട് ഗ്രൂപ്പ് ചോദിക്കാൻ മടിയായിട്ട് ഡയറക്റ്റ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പോസ്റ്റർ എങ്ങനെയാ ഉണ്ടാക്കുന്നത്, അതുപോലെ പോസ്റ്റർ ഉണ്ടായിട്ട് ശരിയാകുന്നില്ലോ, കാരണം എന്റെ ഗ്രൂപ്പ് ചോദിച്ചാൽ എന്റെ പൊട്ടത്തരം മറ്റുള്ളവർ അറിയുമല്ലോ എന്നോർത്തോണ്ട്. പക്ഷെ സാറ് വളരെ സന്തോഷത്തോടെ എല്ലാം മറുപടി പറഞ്ഞ് എനിക്ക് റിപ്ലൈ തന്നു. എങ്കിലും ഞാൻ പുറകിൽ തന്നെയാണ്. ഞാൻ സ്കൂളിലെ HM ആണ്. ബാക്കിയുള്ള ടീച്ചേഴ്സിനോട് ഞാൻ ചോദിക്കുന്ന പോസ്റ്റർ ഉണ്ടാക്കി തരാവോ. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ AI ക്ലാസ് സാറ് ഈ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു സ്വയം ഒരു സംതൃപ്തി വന്നു. കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂലോ, ഈ പിന്നോക്കത്ത് നിൽക്കുന്ന എനിക്ക്, പഠിക്കലാത്ത എനിക്കും ഇത് ചെയ്യാൻ പറ്റൂല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഞാനും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്ററൊക്കെ ഇനി പ്രവേശനോത്സവത്തിനും അതുപോലെ പുസ്തക വിതരണത്തിനും അങ്ങനെയൊക്കെ ഉണ്ടാക്കി. പക്ഷെ വീഡിയോയും അതുപോലെ സ്ലൈഡ്സും ഒക്കെ ഉണ്ടാക്കാനായിട്ടൊന്നും ആയിട്ടില്ല. സാറിന് വീഡിയോ ഉണ്ടല്ലോ എന്നുള്ള സംതൃപ്തിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും കണ്ട് സംശയങ്ങൾ വീണ്ടും സാറിനോട് ചോദിക്കാനുള്ള അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് സാറ് ഹെൽപ്പ് തരുമെന്നും അറിയാം. അപ്പം ഇത്രയും പിന്തുണ നൽകുകയും ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്ത സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഏറ്റവും സ്നേഹത്തോടെ തരുന്നു. ഓക്കെ, താങ്ക് യു ടീച്ചർ.